കർത്താവ് പറഞ്ഞു, ഈ ഗത്സമന തൊട്ട് കാൽവരി വരെയുള്ള ദൂരം ആരെയും നിർബന്ധിക്കുന്നില്ല, ഒരു ശിഷ്യനും നിർബന്ധിക്കുന്നില്ല. പക്ഷേ കർത്താവ് അതിന് മുമ്പേ പറഞ്ഞു, ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ അവന്റെ കൂടെ 2 നാഴിക നടക്കാം. അതാണ് നേരത്തെ വായിച്ചത്. ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നിന്നെ തള്ളി പറയില്ല, ഞങ്ങൾ നിന്നെ തള്ളി പറയില്ല. പത്രോസ് ആദ്യം പറഞ്ഞു, കൂടെ ബാക്കി എല്ലാവരും പറഞ്ഞു. അവസാനം 2ാമത്തെ നാഴിക ദൂരം സെക്കൻഡ് മൈൽ നടക്കാൻ തുടങ്ങിയ സമയത്ത് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ആദ്യം പറഞ്ഞവൻ ആദ്യം ഓടിപ്പോയി. പത്രോസ് ഓടി ഒരു വഴിക്ക് ഓടി. തള്ളി പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് 1 അല്ല 3 വട്ടം തള്ളി പറഞ്ഞു. മറ്റു ശിഷ്യന്മാരെ കാണാനില്ല, എവിടേക്കാ പോയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ ഒരു മനുഷ്യൻ നടന്നു. ആ മനുഷ്യന്റെ പേരെത്ര? യോഹന്നാൻ. ആ മനുഷ്യൻ ക്രൂശിന്റെ ചുവട് വരെ നടന്നു. ഗത്സമന തൊട്ട് കാൽവരി വരെ അവനെ അനുഗമിച്ച് നടന്നു. ദൈവമക്കളെ, ഈ നടക്കുന്നവരെ കർത്താവ് പറയും, ഇവിടെ കയറി വരിക. ആ യോഹന്നാനോട് പത്മോസ് ദ്വീപിൽ വെച്ച് പറഞ്ഞ് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറ്റി ആ ദർശനങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ഇതിനു വേണ്ടി കൊതിക്കുന്നുവെങ്കിൽ ഈ 2ാമത്തെ നാഴിക ദൂരം നടക്കാൻ എത്ര പേർക്ക് തയ്യാറുകയും ചെയ്യും. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി 2 തിരുവചന ഭാഗങ്ങൾ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 2 തിരുവചന ഭാഗങ്ങൾ വായിക്കുന്നു. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 5:24 വളരെ പരിചിതമായ വേദഭാഗമാണ്. വായിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. 2ാമത്തത് പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. 2 തിമോത്തിയോസ് 2:11. നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. 2 പ്രധാനപ്പെട്ട ചിന്തയാണ് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ സന്ദേശത്തിന്റെ ഹെഡിങ് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: കൂടെ നടക്കുന്നവരും കൂടെ വാഴുന്നവരും. അതാണ് എൻ്റെ സന്ദേശം. കൂടെ നടക്കുക, കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരും കർത്താവിൻ്റെ കൂടെ വാഴുവാൻ പോകുന്നവരെ കുറിച്ചാണ് പറയാനുള്ളത്. ഇത് 2 നമ്മുടെ ആവശ്യമാണ്. ഈ 2 കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ കൂടെ നടന്നവരെ കർത്താവ് എടുത്തുകൊള്ളുമെന്നാണ് നമ്മൾ ആദ്യം വായിച്ചത്. ദൈവത്തിന്റെ കൂടെ നടക്കാത്തവരെ കർത്താവ് എടുക്കില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നാൽ നമ്മുടെ പാതകളിലൂടെ നടക്കുന്നവരെ കർത്താവ് കൊണ്ടുപോയില്ല. എന്നാൽ കർത്താവിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ കർത്താവ് കൊണ്ടുപോകും. അതാണ് ഹാനോക്കിന്റെ ചരിത്രം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. മറ്റൊന്ന് വായിച്ചത് ഇങ്ങനെയാണ്: സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും എന്നാണ് നമ്മൾ വായിക്കാനായിട്ട് കഴിയുന്നത്. ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ സഹനത്തിന് നമുക്ക് അവസരമുണ്ടെങ്കിൽ അത് ഗ്യാരണ്ടിയാണ്, നമുക്ക് അവനോട് കൂടെ വാഴാനായിട്ട് കഴിയും എന്ന 2 ചിന്തയാണ് പറയാനായിട്ട് കഴിയുന്നത്. ഇതിനെക്കുറിച്ച് അല്പം വിശദമായി ഒന്ന് ചിന്തിപ്പാനാണ്, ധ്യാനിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. ശാന്തമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഏകാഗ്രത നഷ്ടപ്പെടുത്താതെ ശ്രദ്ധയോടെ ഇരിക്കാനായിട്ട് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് കൂടെ മാത്രം നടന്നാൽ ലഭിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലെ 1ാമത്തെ കാര്യം നമുക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്: കൂടെ നടന്നാൽ കർത്താവ് അവരെ എടുത്തുകൊള്ളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടെ നടക്കുന്നവരെയാണ് കർത്താവ് എടുക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. കർത്താവ് വരുമ്പോൾ പോകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയും പാടുകയും ഒക്കെ ചെയ്താലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നത് ആരുടെ കൂടെയാണെന്നൊന്ന് ഓർക്കണം. നമ്മൾ പലപ്പോഴും നടക്കുന്നത് ലോകത്തിന് അനുരൂപപ്പെട്ട് നടക്കുന്നു എന്നാണ് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. ലോകത്തിന്റെ ഇഷ്ടത്തിനും മോഹത്തിനും അനുസരിച്ച് നടക്കുമ്പോൾ വിജയിക്കാനായിട്ട് കഴിയില്ല. എങ്ങനെയാണ് കൂടെ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. പ്രാരംഭത്തിൽ അത്രമാത്രം പറഞ്ഞ് ഞാൻ വിടുകയാണ്. എന്നാൽ 2ാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് റോമാലേഖനം 15-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 15:33. സമാധാനത്തിന് ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ. അതായത് ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. ക്രിസ്ത്യ ജീവിതത്തിന്റെ വലിയ വിജയം എന്ന് പറഞ്ഞാൽ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത്. ലോകത്തിൽ കഷ്ടവും ദുരിതവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് സമാധാനം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ സമാധാനം ഇല്ലാതെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ കൂടെ നടക്കാത്തതുകൊണ്ടാണ്. കഷ്ടവും ദുരിതവും ഒക്കെ ഉണ്ടെങ്കിൽ അവനോട് കൂടെ നടക്കുകയാണെങ്കിൽ സമാധാനമുണ്ട്. അതിന് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ചിലർ മാത്രം നടന്നാൽ മതി എന്നല്ല ആഗ്രഹിക്കുന്നത്. സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ എല്ലാവരോടും കൂടെ, നമ്മുടെ എല്ലാവരുടെയും കൂടെ നടക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നതെന്ന് അറിയാമോ? ഈ കഷ്ട ദുരിത സമ്പൂർണമായ ഈ ലോകത്തിൽ ദൈവമക്കൾ സമാധാനത്തോടെ ജീവിക്കണം. ദൈവം തന്ന സമാധാനം ഏറ്റുവാങ്ങി ആ സമാധാനത്തിൽ ജീവിക്കണം. എന്നാൽ കാലം വളരെ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥകൾ വളരെ മോശമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സമാധാനം പോയിക്കൊണ്ടിരിക്കുകയാണ്.
കാലം കഴിയുന്നതോറും ഓരോ വർഷം പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് എന്തോ വലിയ അനുഗ്രഹം നടക്കാൻ പോകുക. അങ്ങനെയൊന്നും അല്ലെന്ന വേദപുസ്തകം പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമൊക്കെ ഒരു ഭാഗ്യമുണ്ട്. സമാധാനം അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മൾ പശ്ചിമങ്ങളിലൊക്കെ പ്രസംഗിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങളും കൂടെ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കവലയിൽ വന്നതെന്ന് പ്രസംഗിക്കുന്നതെന്ന് പറയാറുണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ലോകത്തിലും വേറെ എവിടുന്ന് ലഭിക്കാത്ത ഒരു കാര്യമാണ് സമാധാനം. ഇങ്ങനെ പറയാറുണ്ട്, സമാധാനം വിൽക്കുന്ന ഒരു കട തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സ്ഥലം സമാധാനം വിൽക്കുന്ന ഷോപ്പായിരിക്കും. എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളതാണ് സമാധാനം. ആ സമാധാനം കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, യേശുവിന്റെ കൂടെ നടക്കണം. യേശുവിന്റെ കൂടെ നടന്നാൽ സമാധാനം കിട്ടും. യേശുവിന്റെ കൂടെ നടക്കുന്നവരെ യേശു കൊണ്ടുപോവുകയും ചെയ്യും, ഈ ദുരിതത്തിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു മഹോദ്രവ കാലഘട്ടം വരാൻ പോകുന്നുണ്ട്, ഒരു കഷ്ടകാലഘട്ടം വരാൻ പോകുന്നുണ്ട്. എന്നാൽ 100% ഗ്യാരണ്ടിയോട് പറയാൻ പറ്റും, ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരാരും ഈ മഹോദ്രവ കാലഘട്ടത്തിൽ കൂടെ പോകേണ്ടി വരില്ല. അവരെ അതിനു മുമ്പ് കർത്താവ് കൊണ്ടുപോകും. അതാണ് നമുക്കുള്ള വലിയ പ്രത്യാശ. അത് നമ്മൾ അറിയുക തന്നെ വേണം. മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷം 2:19 വാക്യം. മർക്കോസിന്റെ സുവിശേഷം 2:19. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. മണവാളനാകുന്ന കർത്താവ് നമ്മുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ വന്നു ഭാരങ്ങൾ വന്നു എന്ന് പറഞ്ഞ് ഉപവസിക്കേണ്ട വിഷയം പോലും വരില്ല. കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് വേണ്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമെല്ലാം കർത്താവിന്റെ പക്കലുണ്ട്. പ്രാർത്ഥിക്കുക പോലും വേണമെന്നില്ല. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ കഠിനമായ ഉപവാസം ഒന്നും എടുക്കേണ്ടി വരില്ല. പ്രശ്നങ്ങൾക്ക് ഉടനെ പരിഹാരം ലഭിക്കുന്നു. മണവാളം കൂടെയുള്ളപ്പോ എന്താ, പ്രതിസന്ധികളില്ല, അല്ലെങ്കിൽ പ്രതിസന്ധി അവരെ യേശുന്നില്ല. അവർ സന്തോഷം അനുഭവിക്കുന്നു, സമാധാനം അനുഭവിക്കുന്നു, വലിയ വിജയമായി മാറുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നൊന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ കർത്താവിനെ അനുഗമിച്ചാണോ ജീവിക്കുന്നത്? അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ പലരും കർത്തൃവേല ചെയ്യാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. എന്നാൽ യേശു പറഞ്ഞു, എന്നെ അനുഗമിച്ച് ശുശ്രൂഷ ചെയ്യുന്നവൻ, എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്ത് അവനെ ഇരുത്തുന്ന പറഞ്ഞു. പിതാവിന്റെ സന്നിധിയിൽ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കും. ശുശ്രൂഷിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ രംഗത്തിറങ്ങുന്നുണ്ട്. പക്ഷെ കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അവിടെയാണ് പരാജയം കിടക്കുന്നത്. അവരെ കർത്താവ് മാനിക്കുന്നു, അവരെ പിതാവിന്റെ അടുക്കൽ കൊണ്ട് ഇരുത്തുന്നു, ആ സിംഹാസനത്തിൽ അടുത്തുകൊണ്ട് ഇരിക്കുവാനും ബഹുമാനിക്കാനും ഒക്കെ ദൈവം താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രസംഗിക്കാൻ ധാരാളം പേരുണ്ട്, നിങ്ങൾ ശുശ്രൂഷക്കാരാണ്, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ വളരെ കൊതിയാണെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ കൊതിയോടുകൂടെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുന്ന ധാരാളം പേര് പരാജയപ്പെടാറുണ്ട്. കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കുന്ന സ്വഭാവമില്ല. കർത്താവിനെ അനുഗമിക്കാതെ ഒരു കാരണവശാലും കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കർത്താവിനെ അനുഗമിച്ച് ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ കർത്താവ് അവരെ മാനിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ, അവന്റെ കൂടെയാണോ നടക്കുന്നതെന്ന് നമ്മൾ വീണ്ടും ശോധന ചെയ്യേണ്ടതാണ്. നാലാമത്തെ കാര്യം ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9:18 വാക്യം. ലൂക്കോസ് 9:18. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞു മണവാളം കൂടെയുള്ളപ്പോൾ ഉപവസിക്കേണ്ട കാര്യമില്ല. എന്നാൽ കർത്താവ് ഇവിടെ മറ്റൊരു കാര്യം പറയണം, അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. ആ വാക്യം വായിക്കുമ്പോൾ അല്പം പാരഡോസിക്കലാണ്, ഒരല്പം വ്യത്യാസം കാണുന്നുണ്ട്. തനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവുമോ? എനിക്കവിടെ അത്ഭുതം തോന്നുന്ന ഒരു വാക്യമാണ്. അവിടെ പറയുന്നതിനാണ്, അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാർ ഒന്നുകൂടെ ഞാനിങ്ങനെ എടുത്ത ഒരു അർത്ഥം ഇതാണ്, ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരർത്ഥം അങ്ങനെ എടുക്കാം. യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റാരുമല്ല പ്രാർത്ഥിക്കുന്നത്, യേശു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, മറ്റുള്ളവർ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യസ്ഥനാണ്. നമ്മുടെ വിഷയങ്ങൾ പിതാവിന്റെ സന്നിധിയിൽ അവൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കൂടെ നടക്കുന്നവരൊക്കെ വേണ്ടുന്ന എല്ലാ വിഷയങ്ങളും പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ കർത്താവ് തന്നെ അറിയിക്കുന്നു. നമുക്കിങ്ങനെ ഒരു വാക്യം അറിയാലോ, നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അറിയുന്നു. നമ്മളെ ബുദ്ധിമുട്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്നു. ആരുടെ കാര്യങ്ങൾ അറിയുന്നത്? കർത്താവിന്റെ കൂടെ നടക്കുന്നവരുടെ കാര്യമാണ് കർത്താവ് അറിയുകയും അത് പ്രതിസന്ധിയിൽ എത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് പ്രാർത്ഥിച്ച് തളരേണ്ടി വരില്ല. അതിനു മുമ്പേ വിഷയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. പിതൃസന്നിധിയിൽ എത്തിയാൽ, പിതാവിന്റെ അടുക്കൽ അത് വേണ്ട രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ സംശയിക്കേണ്ട, മറുപടി ഉടനെ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇനി ആഗ്രഹിക്കുന്നത് അതാണ്.
എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തണം. അത് ഉടനെ ലഭിക്കുകയെന്ന് വേണം. അതിനുവേണ്ടി നമുക്ക് കഴിയട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കർത്താവിന്റെ കൂടെ നടക്കണം. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിന്റെ കൂടെ നടക്കാത്ത കാര്യങ്ങൾ നടക്കില്ല. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 20 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, 14:20. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 20. അവൻ അവരോട്, പന്തിരുവിൽ ഒരുവൻ എന്നോട് കൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ. നമുക്ക് ആ ചരിത്രഭാഗം അറിയാം. യൂതയെ കുറിച്ചാണ് പറയുന്നത്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗമാണത്. എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് അവനോടുകൂടെ ഭക്ഷണത്തിന് കഴിക്കാമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് ആത്മീക ബോധനം ലഭിക്കുന്നു. കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് വിശപ്പും ദാഹവും അവരെ ബാധിക്കില്ല. അവർക്ക് വേണ്ടുന്നത് കർത്താവിന്റെ താലത്തു നിന്ന് ലഭിക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് തന്നെ ധാരാളമായി ലഭിക്കുന്നു. ആശ്വാസത്തിന്റെ വചനം, സമാധാനത്തിന്റെ വചനം, ഇന്ദ്രിയജയത്തിന്റെ വചനം, സതുപദേശത്തിന്റെ വചനങ്ങൾ, സൽകൃതിയായത്, രമ്യമായത്, സൗമ്യമായത് എന്നു വേണ്ട അവനിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ നൽവചനങ്ങളും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ അവൻ കഴിയും. കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ നടക്കാത്തവർക്ക് ഒരു പ്രസംഗം പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്നാ പാടാ? എന്താ പ്രസംഗിക്കുന്നു ചോദിക്കും. പിന്നെ എന്തെങ്കിലും 4 വാക്യം എടുത്ത് ഒത്തുവാക്യം എടുത്ത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തീർക്കും. അതല്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് ഇടപെട്ട വചനം ദൈവമക്കളോട് പറയാനാണ് എനിക്ക് താല്പര്യം. കഴിഞ്ഞ നാളുകളിൽ പ്രസംഗിച്ച അനേകായിരം പ്രസംഗങ്ങൾ കിടക്കുക. ആ കുറിപ്പുകളൊക്കെ ഓർമ്മക്കുറിപ്പുകൾ എടുത്ത് പ്രസംഗിക്കാനല്ല താല്പര്യപ്പെടുന്നത്. എന്താണ് കർത്താവ് സംസാരിച്ചത് അത് സംസാരിക്കാനാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അത് കർത്താവുമായിട്ട് ഒരു ബന്ധം വന്ന് അവനുമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവന് ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ആ താലത്തിൽ കൈമുക്കുന്നവൻ, അവനിൽ നിന്ന് പങ്കു ഭാവിക്കുന്നവൻ, കർത്താവിൽ നിന്ന് പ്രാപിക്കണം. കൈനീട്ടി പ്രാപിക്കുകയാണ്. അവൻ നൽകാൻ തയ്യാറാണ്. അത് പ്രാപിക്കുന്ന ഒരു അനുഭവം ലഭിക്കുന്നത് കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്കാണ്. ഒരെണ്ണം കൂടെ ഞാൻ പറയാനായിട്ട് താല്പര്യമാണ്. മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 11 വാക്യം. മത്തായി 8:11. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് അവന്റെ കൂടെ പന്തിക്കിരിക്കാനായിട്ട് സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കാനുള്ള അവസരമുണ്ട്. ഭൂമിയിൽ മാത്രമല്ല, ആത്മീകമായ ഭക്ഷണം കഴിച്ചിങ്ങനെ പോയി എന്ന് പറയുന്ന ഒരു രീതി മാത്രമല്ല, സ്വർഗരാജ്യത്തിലെ പന്തിഭോജനത്തിലെ ശ്രേഷ്ഠ വിശുദ്ധന്മാരോട് കൂടെ ഇരിപ്പാനായിട്ട് അവസരം ലഭിക്കും. കൂടെ നടന്ന ചിലരെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യമാണ്. നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത് കൂടെ നടന്നയാള് ഹാനോക്കിനെ കുറിച്ച് വായിക്കാനിട വന്നു. 300 സംവത്സരം അതിലെ കർത്താവിനോട് കൂടെ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനാണ്. ദൈവത്തോടു കൂടെ വർഷങ്ങൾ നടന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവിന്റെ കൂടെ നടന്ന് ഇത്രയും നാൾ നടന്നു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള സമയം അടുത്തുപോയി. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ വയ്യ. അതുകൊണ്ട് സ്വർഗമാണ് അടുത്തത്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറി പോവുകയാണ് ചെയ്തതെന്നാണ് ഒരു ഭക്തൻ പറഞ്ഞത്. മറ്റൊരാൾ പറയുന്നത് ഹാനോക്ക് ദൈവത്തിനോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാരികൾ അവന്റെ തലയിൽ വന്നിരുന്നില്ല. എപ്പോഴും സ്വർഗീയ ചിന്ത കൊണ്ട് അവൻ നടന്നിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. അല്ലാതെ കുറെ ദൂരം കൈപിടിച്ച് നടന്നു എന്നല്ല അർത്ഥം എന്ന് പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു, ദൈവത്തോട് കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമുക്ക് എങ്ങനെയാണോ അതുപോലെ കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടെങ്കിൽ അവിടെയാണ് കർത്താവിന്റെ കൂടെ നടക്കുന്നതെന്ന് ഞാൻ പറയാനിട വന്നു. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സെൽഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു, സെൽഫോൺ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റാതെ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ സെൽഫോൺ മറന്നുപോയാൽ നമ്മൾ അസ്വസ്ഥരാകും. അയ്യോ ഫോൺ എടുത്തില്ല, തിരിച്ചോടി വന്ന് നമ്മൾ ഫോൺ എടുക്കും. സെൽഫോൺ എടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ അതിലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഉണർന്ന് എഴുന്നേറ്റാൽ നമുക്ക് അറിയേണ്ടത് അതിൽ എന്ത് മെസ്സേജ് വന്നതാണ്, എന്താണ് നമ്മളോട് പറയാനുള്ളത്, ആരെന്തെന്ന് പറഞ്ഞു, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഫോണിന്റെ അടുത്താണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടുന്നത് അവിടുന്നാണ്. അത് നമുക്ക് മാറ്റിവെക്കാനേ പറ്റുന്നില്ല. ജീവിതത്തിന്റെ ഭാഗമായി മാറി. എല്ലാ കാര്യത്തിനും ഫോൺ വേണം. എല്ലാ കാര്യത്തിനും, ഗവൺമെന്റ് കാര്യമാകട്ടെ, ജോലി കാര്യമാകട്ടെ, വീട്ടിലെ കാര്യമാകട്ടെ, എന്തിനു പറയുന്നത്, കുക്കിങ്ങിന് പോലും ഇപ്പൊ എന്ത് വേണം, ഫോൺ വേണം. എല്ലാറ്റിനും ഫോൺ വേണം. എന്നാൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളിലും കർത്താവിനെ നനച്ചുകൊള്ളുവാൻ കഴിഞ്ഞാൽ അതാണ് കർത്താവിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. കർത്താവിന്റെ കൂടെ ഈ ഒരു ലൈഫ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ വൻ വിജയമാണ്. പലപ്പോഴും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും ഗ്യാപ്പ് വരുന്നുണ്ട്.
മറ്റു പലതിലും പെട്ടുപോകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ അനുഗമിക്കുന്ന കാര്യത്തിൽ പ്രയാസം വരിക. കർത്താവിനെ ഫുള്ളായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ ഫോണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെ ആണെങ്കിൽ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇടവിടാതെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ ആവശ്യങ്ങൾ സ്വന്തത്തോടുകൂടി അറിയിച്ചുകൊണ്ടിരിക്കും, സകല ബുദ്ധിയും കയ്യിൽ നിന്ന് ദിവസമാധാനം വന്നുകൊണ്ടിരിക്കും, പ്രതിസന്ധികൾ തരണം ചെയ്ത് നമുക്ക് അറിയാനായിട്ട് കഴിയും, ഭാരമൊന്നും തോന്നില്ല. ജോലി ചെയ്യുന്നിടത്താകട്ടെ എവിടെയാണെങ്കിലും എല്ലാറ്റിനും പെരുവഴി തുറക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. എല്ലാറ്റിലും നമ്മുടെ ശരീരത്തിലെ, മനസ്സിലെ എല്ലാ വിഷയത്തിലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരും ഇത് പറയാറില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞ ഓരോ അനുഗ്രഹവും ഇല്ലെങ്കിലും ഒരനുഗ്രഹം മതി. അതിലത്തെ സമാധാനം ഒന്ന് പ്രാപിക്കാൻ ഈ ഭൂമി വേണോ? വഴി ഒന്നേ ഉള്ളൂ. അവരെ ഈ വിധം അനുഗമിക്കാതെ സമാധാനം നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഇപ്പൊ സമാധാനത്തോടെ ഇരിക്കുന്നുവെങ്കിലും അല്പം കഴിയുമ്പോൾ അടുത്ത പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട്. വളരെ ക്ലേശമായി വരാനും സാധ്യതയുണ്ട്. അസ്വസ്ഥമാകുന്ന അവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് വരാതെ ക്രിസ്തീയ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന, ചൈതന്യമുള്ള, പ്രസാദമുള്ള മുഖത്തോടുകൂടെ, മുഖം വാടാതെ ഒരാൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന് മാത്രമേ കഴിയൂ. ആ ക്രിസ്തീയ വിശ്വാസം കൊണ്ടുനടക്കുന്നത് കർത്താവിന്റെ കൂടെ നടന്ന് മാത്രമേ പറ്റുകയുള്ളൂ. കർത്താവിന്റെ കൂടെ നടക്കാതെ ഒരു കാരണവശാലും സാധിക്കില്ല. രണ്ടാമതൊരാളെ പരിചയപ്പെടുത്താനായിട്ട് കഴിയുന്നത് നോഹയെ കുറിച്ചാണ്. നമുക്ക് പരിചയമുണ്ട്. നോഹയെ കുറിച്ച് പറയുന്നത്, നോഹയുടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം, 6-9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നടക്കാൻ കാരണം നമുക്കറിയില്ല. ഒരു സാധ്യതയുമില്ലായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടക്കാൻ. കാരണം അന്ന് ലോകത്തിലുണ്ടായിരുന്നവരെല്ലാവരും ദുഷ്ടന്മാരും അധർമ്മികളുമായി ദൈവം വിട്ടു നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ നോഹ മാത്രം ആ തലമുറയിൽ ദൈവത്തോട് കൂടെ നടന്ന ഒരേ ഒരു മനുഷ്യൻ നോഹയായിരുന്നു. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാം, നോഹ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് ആ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ അവന്റെ പേര് വന്നില്ല. പകരം അവന്റെ പേര് മാറി. വംശപാരമ്പര്യം എഴുതിയപ്പോൾ പറഞ്ഞു, അവൻ നീതിമാനായി തീർന്നു, നിഷ്കളങ്കനായി തീർന്നു. നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യമാണ് നീതിമാനാകാനും നിഷ്കളങ്കനാകാനും. എന്നാൽ എങ്ങനെയാണ് ഒരുത്തൻ നീതിമാനും നിഷ്കളങ്കനുമായി തീരുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് കൂടെ നടക്കാതെ ഒരു മനുഷ്യനും നിഷ്കളങ്കനാകാൻ കഴിയില്ല, നീതിമാനാകാനും കഴിയില്ല. നമ്മൾ ചിലർ പറയും അയാളൊരു ഇന്നസെന്റാ, അയാൾ നീതിമാനാണ്. അത് നമ്മുടെ അറിവ് വെച്ച് പറയുന്നതാ. ചില സാഹചര്യം വരുമ്പോൾ കാണാം അദ്ദേഹത്തിന്റെ ഉള്ളിലെ പകയും വിദ്വേഷവും അല്ലെങ്കിൽ തരികട സ്വഭാവങ്ങളൊന്നും നമ്മൾ വെളുത്തറിയാത്തത് കൊണ്ടാണ്. മനുഷ്യന്മാര് നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. പിന്നെ എങ്ങനെ നടക്കും? അതിനാണ് വഴി പറഞ്ഞത്. കർത്താവിന്റെ കൂടെ നടന്ന നോഹ നീതിമാനായി തീർന്നു, നിഷ്കളങ്കനായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നീതിമാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കണോ, ഒരു നിഷ്കളങ്കന്റെ നന്മ ലഭിക്കണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ. അവനെ അനുഗമിച്ച് നടക്കാതെ, അവന്റെ കൂടെ നടക്കാതെ ഒരു കാരണവശാലും നമുക്ക് നീതിമാനാകാനോ നിഷ്കളങ്കനാകാനോ കഴിയില്ല. നീതിമാന്റെ ഒരു അനുഗ്രഹം, ഒരു സമ്പത്തും ഐശ്വര്യവും ഒന്നും നിന്റെ വീട്ടിലും എന്റെ വീട്ടിലും വരില്ല. കാരണം എന്താ? ദൈവത്തെ അനുഗമിച്ച് നടന്ന് നീ നീതിമാനായി മാറണം, നിഷ്കളങ്കനായി മാറണം. അതിന് വഴി ഇത് മാത്രമേ ഉള്ളൂ എന്ന് നോഹ പഠിപ്പിക്കുകയാണ്. ദൈവത്തോട് കൂടെ നടന്ന നോഹ പഠിപ്പിക്കുന്ന ചരിത്രം അതാണ്. മൂന്നാമത്തെ ആളെ പരിചയപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അവിടെ വ്യക്തമാക്കാണ്, നീ എന്റെ മുമ്പാകെ നടന്ന്, അതായത് കർത്താവിന്റെ ഫ്രണ്ടിൽ ഓടണം, കർത്താവ് പിന്നാലെ വരുന്നതല്ല എന്റെ അർത്ഥം. എന്റെ ദൃഷ്ടിയിൽ നീ നടക്കണം, എന്റെ പ്രസൻസിൽ നീ നടക്കണം. എന്റെ പ്രസൻസിൽ നീ നടക്കുകയാണെങ്കിൽ നീ നിഷ്കളങ്കനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന വാഗ്ദത്തങ്ങൾ, നിനക്ക് ലഭിക്കാൻ പോകുന്ന അവകാശങ്ങൾ, ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ദൈവത്തിന്റെ പ്രസൻസിൽ ഒരു ഭക്തൻ സ്ഥിരമായി നടക്കുന്നുവെങ്കിൽ അവന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയും. വക്രത അവന്റെ മനസ്സിൽ കുടികയറുകയില്ല, അവന് ജയിക്കാനായിട്ട് കഴിയും. ഇതാണ് വഴി എന്ന് പറയാനായിട്ട് ഓർമ്മപ്പെടുത്തും. നാലാമത്തെ ഒരു കൂട്ടരും കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഇനി നാലാമത്തെ ആളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടെ പറയാനായിട്ട് കഴിയും. കൂടെ നടക്കുന്നവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു 2-3 കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൂടെ നടക്കുന്നവർ ചെയ്യേണ്ട കാര്യം. ഇത് കൂടെ നടക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമേ ലഭിച്ചത്. നീതിമാനായി നടക്കുന്നു, നിഷ്കളങ്കനായി നടക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അത് മാത്രം പോരാ, കൂടെ നടക്കുന്നവരെ വെറുതെ നടന്നാൽ പോരാ, അവർക്ക് ചില ഡ്യൂട്ടികൾ കൂടിയുണ്ട്.
എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് കർത്താവിന്റെ കൂടെ നടന്നിട്ട്? കർത്താവ് എല്ലാം നിർവഹിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. മലാക്കിയുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. മലാക്കി പ്രവചനം 2:6. നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു, നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന പലരെയും അകത്യം വിട്ടുതിരിയുമാറാക്കി. ലേവ്യ പുരോഹിതന്മാരെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണ് അവിടെ പറയുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവന്റെ വായിൽ നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. കർത്താവിന്റെ കൂടെ നടക്കുന്നവരുടെ വായില് നേരുള്ള ഉപദേശം ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കർത്താവിനെ അങ്ങ് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കുറെ പേര് നടക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയാമോ? നേരുള്ള ഉപദേശമൊന്നും വരില്ല. വായ തോന്നിയ ഉപദേശമൊക്കെ വരുന്നതിന് കാരണം എന്താ? കർത്താവിനെ ഫോളോ ചെയ്യാത്തോണ്ടാണ്. കർത്താവിനെ കൂടെ നടക്കുന്നവരുടെ പ്രത്യേകത, അവരുടെ വായിൽ നേരുള്ള ഉപദേശം അവന്റെ വായിലുണ്ടായിരുന്നു. നീതികേട് അവന്റെ അതിരങ്ങളിൽ കണ്ടതില്ല. നീതികേടൊന്നും വരില്ല. ഇനി ഒന്നുകൂടെ പറയാണ്: സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് കൂടെ നടന്നു. ഒരു സ്റ്റേപ്പ് അങ്ങനെ പറയാൻ പറ്റും. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് കൂടെ നടന്നു. ഇനി അത് മാത്രമല്ല, എന്നോട് കൂടെ ഇങ്ങനെ നടക്കുന്ന, സമാധാനവും പരമാർത്ഥ ഹൃദയത്തോടെ നടക്കുന്ന പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി. ദൈവത്തോടു കൂടെ നടക്കുന്നവരെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവരോട് ആരെങ്കിലും സംസാരിക്കാൻ പോയാൽ അവരുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ അവർക്ക് കഴിയും. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം അങ്ങനെ ആകണമെന്നാണ് പറഞ്ഞത്. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വഴി എന്താണെന്ന് ചോദിച്ചാൽ, അത് കാണണമെങ്കിൽ ഒരു വഴിയുള്ളൂ. നാം കർത്താവിന്റെ കൂടെ നടന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും ചേർന്ന് നടക്കാൻ പോയാൽ അവരും തെറ്റൊക്കെ തിരുത്തിയിട്ട് ദൈവത്തെ അനുഗമിക്കാൻ തുടങ്ങും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വഴി, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു മാർഗം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിച്ച് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സമാധാനവും പരമാർത്ഥമായും നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. നമ്മുടെ വായില് നേരുള്ള ഉപദേശം ഉണ്ടാകും, നീതികേട് ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ആ വ്യക്തി ജീവിതം തന്നെ രൂപാന്തരപ്പെട്ടിരിക്കും. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി മാറും. ഇന്ന് ക്രിസ്ത്യാനി എന്ന പേരിൽ കുറെ പേരുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരില്ലെന്ന് വിളിച്ചു പറയേണ്ടി വരും. നമ്മുടെയൊക്കെ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിസ്ത്യാനികളാണ്, പക്ഷെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുക. അതുകൊണ്ടാണ് ഈ ക്രിസ്തീയ മാർഗം ഇത്രയും വേഴ്സായി പോകാനായിട്ട് കാരണം. പലരും ദൈവകൃപ വിട്ടുപോകാൻ കാരണം അതാ. അങ്ങനെ വിട്ടുപോകുന്ന ആളുകളെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് ചിലരെങ്കിലും കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ, ഇന്ന് ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവര്, ദൈവമക്കള്, ഞാൻ ഇനി തൊട്ട് ഒരു ചേഞ്ച് വരുത്താൻ പോവുകയാണ്. 60 വർഷം ലോകപ്രകാരം നടന്ന മനുഷ്യൻ ഒരു ദിവസം ചിന്ത വന്നു. ആ മനുഷ്യന്റെ പേര് ഹാനോക്ക് എന്നാ. അവൻ ചിന്തിച്ചു, ഇനി ഞാൻ ഇങ്ങനെ നടന്നാൽ പോരാ. എന്റെ വീട്ടുകാരും, എന്റെ സ്വത്ത്, എന്റെ ജോലി, എന്റെ കാര്യങ്ങള്, ഇതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എന്റെ ആരോഗ്യം, ഇതൊക്കെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ഞാനിങ്ങനെ നടന്ന കാര്യം നടക്കില്ല. എനിക്ക് ഇനി ദൈവമായിട്ടുള്ള ചിന്തകള് എന്നിൽ ഭരിക്കണമെന്ന് പറഞ്ഞ് അവനൊരു ചേഞ്ച് വന്നു. പെട്ടെന്നൊരു ചേഞ്ച് വന്നു. ആ ചേഞ്ച് അവന് വരുത്തിയ രൂപാന്തരമാണ് അവനെ കർത്താവിന്റെ കൂടെ നടക്കാനും കർത്താവിനെ എടുക്കാനൊക്കെ കാരണമായി തീർന്നത്. ഇതുപോലെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ദൈവമക്കളെ, ഒരാത്മാർത്ഥമായ ചിന്ത നമ്മിൽ വന്നിട്ട് ഞാനത് തിരിയാൻ പോവുക. ഇതുവരെ എന്റെ ഇഷ്ടത്തിൽ നടന്നെങ്കിൽ ഇന്ന് മുതൽ ഞാനൊന്ന് തിരിയാൻ പോവുക. ഒന്ന് തിരിഞ്ഞു നടക്കാൻ പോവുക. എങ്ങനെ നടക്കാൻ പോവുക? എന്റെ കർത്താവിന്റെ മുമ്പാകെ പ്രസൻസിൽ മാത്രം നടക്കാൻ ആഗ്രഹിക്കുക. ഫുൾ ടൈം കർത്താവിന്റെ പ്രസൻസിൽ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ വായില് നീതികേട് ഉണ്ടാവില്ല. എന്റെ വായിൽ നേരുള്ള ഉപദേശം വരും. അപ്പോൾ എന്നോട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർക്കും സമാധാനം കിട്ടും. പരമാർത്ഥത അവരെന്തെന്ന് മനസ്സിലാക്കി അത് പറയുന്നത് ഇങ്ങനെയാണ്: പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കാനായിട്ട് കഴിയും. അകൃത്യത്തിൽ നിന്ന് പലരെയും മാറ്റിയെടുക്കാനായിട്ട് ദൈവത്തെ അനുഗമിക്കുന്നവർക്ക് കഴിയും. ഇതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അവന്റെ കൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം ഓർമ്മപ്പെടുത്താം. ദൈവത്തിന്റെ കൂടെ നടക്കുന്നവർ ചെയ്യേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 26:35. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. കർത്താവിനെ അനുഗമിക്കുന്നവർ പറയേണ്ട ഒരു കാര്യമുണ്ട്: ജീവൻ പോകേണ്ടി വന്നാലും തള്ളിപ്പറയില്ല. പറഞ്ഞാൽ പോരാ, നമ്മൾ തള്ളിപ്പറയാതെ നടക്കണം. എന്ന് പറഞ്ഞാൽ നടക്കാൻ തുടങ്ങിയ തിരിഞ്ഞു നടക്കരുത്. എങ്ങനെ തിരിഞ്ഞു നടക്കരുത്? കർത്താവിന് വിട്ടു നടക്കരുത്. ജീവൻ പോകേണ്ടി വന്നാലും, എന്തൊക്കെ മുന്നിൽ വന്നാലും, പ്രതിസന്ധി വന്നാലും, ഒന്നാമത് കർത്താവ്, മുമ്പേ അവന്റെ രാജ്യവും നീതി. നമ്മുടെ മോട്ടോ അതായിരിക്കണം, നമ്മുടെ തത്വം അതായിരിക്കണം.
മറ്റൊരു വിഷയം നമ്മളെ ബാധിക്കരുത്. മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളി പറയില്ല എന്നതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അനേകരെ ക്രിസ്തുവിലേക്ക് തിരിക്കണം. അത് നമ്മുടെ ജീവിതം കൊണ്ട് തിരിക്കാനായിട്ട് കഴിയണം. പറഞ്ഞു 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 തിരിക്കുകയല്ല, നമ്മുടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതം കണ്ടിട്ട് അനേകർ തിരിഞ്ഞു വരണം. രണ്ടാമത്, കർത്താവിനെ ഒരു കാരണവശാലും ജീവിത സാഹചര്യങ്ങളിൽ മരിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാലും, രോഗം വരാം, കഷ്ടം വരാം, പ്രയാസം വരാം, ദുരിതങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാം, ഇതെല്ലാം വന്നിട്ടും കർത്താവിനെ തള്ളി പറയുകയോ ആ ഭാഗത്തുനിന്ന് പിന്മാറുകയോ ചെയ്യരുത്. ഒന്നുകൂടെ വ്യക്തമാക്കി നമ്മൾ പലരും സാക്ഷ്യം പറയാറില്ലേ, കഴിഞ്ഞ നാളുകളെ പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കഴിയാറില്ല, കഴിഞ്ഞ നാളുകളിൽ പോലെ വചനവായന എനിക്ക് പറ്റുന്നില്ല, ഞാൻ അല്പം പിന്നോട്ട് പോയിരിക്കുക. ഇതിന്റെ വേറെ തള്ളി പറച്ചല്. എവിടുന്നോ നമ്മൾ അകന്നു പോയി. ഇത് വരാൻ പാടില്ല. മരിക്കേണ്ടി വന്നാലും മുന്നോട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഒരെണ്ണം കൂടെ പറയട്ടെ. ഗലാത്യ ലേഖനം 5:24, ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം ഇതാണ്. ക്രിസ്തുവിനുള്ളവർ അവനൂടെ നടക്കുന്നവർ ശ്രദ്ധിക്കണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കണം. നമ്മെ സ്വാധീനിക്കുന്നത് ഈ ലോകത്തിന്റെ മോഹങ്ങളാണ്, ഇമ്പങ്ങളാണ്. അത്തരം ചിന്തകളെ നമ്മെ സ്വാധീനിച്ച് വശത്താക്കി നമ്മൾ പെട്ടുപോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ക്രൂശിലെ ജ്ഞാനിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യണം? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ജഡമാണ് നമ്മുടെ ശത്രു. ഈ ലോകം, ജഡം, പിശാച് ആണ് നമ്മുടെ ശത്രുവായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരിൽ നിന്ന് അകറ്റിക്കളയുന്ന ചില വിഷയങ്ങൾ, 3 വിഷയങ്ങൾ. അതിൽ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ച് കളയണം. അതിനനുസരിച്ച് ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞ് മാറണം. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് വേഗത്തിൽ പോകേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അത്രയും പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ഇനി ഇതിന്റെ വ്യവസ്ഥ ഒന്ന് പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞ് ഞാൻ ആ ഭാഗം നടക്കാം. എന്നിട്ട് സമയം ലഭിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് സഹിക്കുന്നവർ കൂടെ വാഴുന്നതെന്ന ഭാഗത്തേക്ക് സമയം ലഭിക്കുന്നതാണെങ്കിൽ ഞാൻ പറയാനായിട്ട് താല്പര്യമാണ്. വ്യവസ്ഥ കർത്താവ് പറഞ്ഞൊരു വ്യവസ്ഥയുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. മത്തായിയുടെ സുവിശേഷം 5:41 വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:41. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോകാം. ഇതാണ് വ്യവസ്ഥ. ഒരു നാഴിക നിർബന്ധിക്കും. കർത്താവ് പറയും ഫോളോ മീ, എന്നെ അനുഗമിക്കാം. അത് ഒരു നാഴിക ദൂരം നടന്നാൽ മതി അവന്റെ കൂടെ. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിർബന്ധമില്ലാത്ത 1 മൈൽ ദൂരം കൂടെ ഉണ്ട്. ആദ്യത്തെ മൈൽ ദൂരം നിർബന്ധിക്കുന്നതാണ്. അത് പറയുമ്പോൾ നമുക്ക് അത്രയൊക്കെ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ ആ യഹൂദന്മാരുടെ കോൺടസ്റ്റിൽ അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. യഹൂദന്മാരുടെ കോൺടസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പട്ടാളക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ്. പല സ്ഥലത്തേക്ക് നടന്നു പോകേണ്ടി വരും. അവരുടെ യന്ത്രക്കോപ്പുകൾ അല്ലെങ്കിൽ പടക്കോപ്പുകൾ അവർ ചുമലിലേറ്റി നടക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് വഴിയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിൽക്കണവിടെ എന്ന് പറഞ്ഞാൽ ആരും നിർത്തും. ഇതെടുത്ത് നടക്കാൻ പറയും. അവന്റെ പടക്കോപ്പും എടുത്ത് ഈ പടയാളിയോടൊപ്പം നടക്കണം. അത് 1 നാഴിക നടന്നാൽ മതി, അല്ലെങ്കിൽ 1 മൈൽ ദൂരം നടന്നാൽ മതി. 1 മൈൽ ദൂരം നടന്നു കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് അവിടെ വെക്കാം. പിന്നെ പോകേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത ആളെ വിളിച്ചിട്ട് വേണം പട്ടാളക്കാരന് പോകണമെങ്കിൽ. 2ാമത്തെ നാഴിക പോകണ്ട. അപ്പൊ കർത്താവ് പറഞ്ഞു എല്ലാവരും 1 നാഴിക നടന്നെങ്കിൽ എത്തുന്ന വേണ്ടി കാത്തു നിൽക്കും. മയിൽക്കുറ്റി കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് അവിടെ ഇറക്കി വെച്ചിട്ട് അവർ തിരിച്ചു നടക്കും. വെയിറ്റ് നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവന് വേണ്ടി ഞാൻ നടക്കൂ എന്ന് ചോദിച്ചു നടക്കും. കർത്താവ് പറഞ്ഞു അങ്ങനെ നടന്നാൽ പോരാ, നീ 1 നാഴിക കൂടെ എക്സ്ട്രാ നടക്കണം. അത് നിനക്ക് നിർബന്ധമില്ല, റൂളില്ല, നിയമമില്ല. ആ നിയമം ഇല്ലെങ്കിൽ നീ നടക്കണം. അതാണ് നിന്റെ ഭാഗത്തുനിന്ന് വേണ്ടതെന്ന് എന്നാണ് ആ കോൺടസ്റ്റ് പറഞ്ഞത്. എന്നാൽ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. കർത്താവ് നമ്മെ വിളിച്ച് 1 നാഴിക നടക്കണം. ആദ്യത്തെ ഫസ്റ്റ് നാഴിക നടക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ആ കർത്താവിന്റെ 2 നാഴിക ദൂരമുണ്ട്. ആ 2 നാഴിക ദൂരം അവനോട് കൂടെ നടക്കണം. 2 നാഴിക ദൂരം കർത്താവിനോട് കൂടെ നടക്കണം. 1ാമത്തെ നാഴിക ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോർദാൻ മുതൽ ഗതസമന വരെയുള്ള 1ാമത്തെ നാഴിക ദൂരം. അതാണ് കർത്താവ് നിർബന്ധിച്ചത്. സ്നാനപ്പെട്ട ഉടനെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്, നീ എന്നെ അനുഗമിക്കുക, നിർബന്ധിക്കുകയാണ്, നീ എന്നെ അനുഗമിക്കുക. ആ വിളിച്ചു സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോർദാൻ തൊട്ട് അവൻ അഭിഷേകം പ്രാപിച്ച് ഉപവാസം കഴിഞ്ഞ് അഭിഷേകം പ്രാപിച്ച് ആത്മശക്തിയുടെ നിറവോടെ വരുന്ന കർത്താവിനെ അനുഗമിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ആ ഒരു ഫസ്റ്റ് മൈൽ ദൂരം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വീഞ്ഞാകുന്നത് കാണാൻ പറ്റും. വെള്ളം വീഞ്ഞാകുക എന്താ പ്രയാസം? ഇവന്റെ കൂടെ നടക്കാൻ ഒരു കുഴപ്പമില്ല, വെള്ളം വീഞ്ഞായി കിട്ടും. കുരുടിന്റെ കണ്ണു തുറക്കുന്നത് കാണാൻ പറ്റും. കൂനി നിവർന്ന് നടക്കുന്നത് കാണാൻ പറ്റും. കുഷ്ഠരോഗം സൗഖ്യമാകുന്നത് കാണാൻ കഴിയും. എന്തിനു പറയുന്നു? 5 അപ്പം 5000 അപ്പമായിട്ട് വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. വർധനവ് കാണാൻ പറ്റും.
കടല് ശാന്തമാകുന്നത്, കാറ്റടങ്ങുന്നത് കാണാൻ പറ്റും. ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല. മരിച്ചുപോയ ഉയർത്തെഴുന്നേക്ക് കാണാൻ കഴിയും. നാറ്റം വമിച്ച ശവം എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ദൂരം നടക്കാൻ ഒരു പ്രയാസമില്ല. ഗത്സമന വരെയുള്ള ദൂരം നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ന് കർത്താവ് പറഞ്ഞു, ഈ ഗത്സമന തൊട്ട് കാൽവരി വരെയുള്ള ദൂരം ആരെയും നിർബന്ധിക്കുന്നില്ല, ഒരു ശിഷ്യനും നിർബന്ധിക്കുന്നില്ല. പക്ഷേ കർത്താവിന് മുമ്പേ പറഞ്ഞു, ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ചാൽ അവന്റെ കൂടെ 2 നാഴിക നടക്കാം. അതാണ് നേരത്തെ വായിച്ചത്. ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നിന്നെ തള്ളി പറയില്ല, ഞങ്ങൾ നിന്നെ തള്ളി പറയില്ല. പത്രോസ് ആദ്യം പറഞ്ഞു, കൂടെ ബാക്കി എല്ലാവരും പറഞ്ഞു. അവസാനം 2ാമത്തെ നാഴിക ദൂരം സെക്കൻഡ് മൈൽ നടക്കാൻ തുടങ്ങിയ സമയത്ത് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ആദ്യം പറഞ്ഞവൻ ആദ്യം ഓടിപ്പോയി. പത്രോസ് ഓടി ഒരു വഴിക്ക് ഓടി. തള്ളി പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് 1 അല്ല 3 വട്ടം തള്ളി പറഞ്ഞു. മറ്റു ശിഷ്യന്മാരെ കാണാനില്ല, എവിടേക്കാ പോയെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ ഒരു മനുഷ്യൻ നടന്നു. ആ മനുഷ്യന്റെ പേരെത്ര? യോഹന്നാൻ. ആ മനുഷ്യൻ ക്രൂശിന്റെ ചുവട് വരെ നടന്നു. ഗത്സമന തൊട്ട് കാൽവരി വരെ അവനെ അനുഗമിച്ച് നടന്നു. ദൈവമക്കളെ, ഈ നടത്തം നടക്കുന്നവരെ കർത്താവ് പറയും, ഇവിടെ കയറി വരിക. ആ യോഹന്നാനോട് പത്മോസ് ദ്വീപിൽ വെച്ച് പറഞ്ഞ് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറ്റി ആ ദർശനങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ഇതിനു വേണ്ടി കൊതിക്കുന്നുവെങ്കിൽ ഈ 2ാമത്തെ നാഴിക ദൂരം നടക്കാൻ എത്ര പേർക്ക് തയ്യാറ്? അവർ 2ാമത്തെ നാഴിക ദൂരം നടക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. അവരോടാണ് പറയുന്നത് ഇവിടെ കയറി വരിക എന്ന് പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ വായിച്ചല്ലോ, മറന്നു പോകരുത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ അവന്റെ കൂടെ 2ാമത്തെ നാഴിക നടക്കുന്നവരെയാണ് എടുക്കുന്നത്. ആ നാഴിക ദൂരം നടക്കാൻ തയ്യാറായാൽ അവരെയാണ് കർത്താവ് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അപ്പൊ കൂടെ നടന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇതിന്റെ 2ാമത്തെ പാർട്ട് പറയാനായിട്ട് നമ്മുടെ സമയം മുന്നിൽ തീർന്നിരിക്കുകയാണ്. എങ്കിൽ കൂടെ വാഴുമെന്നുള്ള ഭാഗം എങ്ങനെയാണ് നമുക്ക് അവന്റെ കൂടെ വാഴാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. സർവ്വക്തനായ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.